ഞാൻ പറയട്ടെ, ഞാനത് ഒരു കോപ്പി അടിക്കുന്നുണ്ടാവും. അത് മധുബൽ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ഞാനിപ്പോൾ. 80-ന് ശേഷം അങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞു ന്യൂ ജനറേഷൻ ഇല്ലേ. PN ഇപ്പോൾ അതാണ് മധുബൽ സാർ പറഞ്ഞു കേട്ടുള്ള അറിവുണ്ട് എനിക്കത്. ഞാനത് ഇൻ്റർവ്യൂ ഇപ്പോൾ 2 ദിവസം മുമ്പ് കണ്ട് PN മേനോൻ സാറിൻ്റെ പടങ്ങൾ, ഭരതൻ സാറിൻ്റെ പടങ്ങൾ, KG ജോർജ്, അങ്ങനെ ഒരു ന്യൂ ജനറേഷൻ വന്നു പറഞ്ഞു ഇല്ലേ. അന്നത്തെ ഓൾഡ് ജനറേഷൻ എന്ന് തോന്നുന്നു ശശികുമാർ സാറൊക്കെ ആയിരുന്നില്ലേ ആകെ. അപ്പോൾ ഹിറ്റ് മേക്കർ എന്ന് പറയും. അപ്പോൾ അത് മാറി. അപ്പോൾ എല്ലാ കാലത്തും ഉണ്ടല്ലോ ന്യൂ ജനറേഷൻ. അത് നമ്മൾ പറഞ്ഞു വരുത്തേണ്ട സംഭവമല്ലേ അത്. അങ്ങനെ ഓരോ പുതിയ ഒരു ചിന്തകളായിട്ടൊരു വരുന്ന ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാരനെ പിന്തുടർന്ന് കൊള്ളാം നമ്മുടെ അങ്ങനെ വരുന്ന ഗ്രൂപ്പായിരിക്കാം ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത്. പിന്നെ എല്ലായിടത്തും ഈ ജനറേഷൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുമല്ലോ അല്ലേ. ഇപ്പം നിങ്ങളിപ്പോൾ ഇപ്പം നമ്മൾ ആരെങ്കിലും പഴയ ഒരു 10-60 വയസ്സുള്ള ആൾക്കാർ മുടി വെട്ടുന്ന കടയിൽ മുടി വെട്ടാറുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുക, എത്ര ചെറുപ്പത്തിൽ വെട്ടിയാലും നമ്മൾ കുറച്ചാൾ കഴിയുമ്പോൾ ഒരു തയ്യക്കട പോകാറില്ല. അവർ മാറ്റം വരുമല്ലേ അല്ലേ. അവരുടെ മക്കളുണ്ടെങ്കിൽ അവിടെ പോകും നമ്മൾ മുടി വെട്ടാനോ അല്ലെങ്കിൽ ഷർട്ട് തയ്ക്കാനോ. അതുപോലെ വിചാരിച്ചാൽ മതി. ഇപ്പം നമ്മൾ കാര്യങ്ങളൊക്കെ കാണും. ഇപ്പം നമ്മൾ ഒരു കടയിൽ പോകില്ല, മാളിൽ പോണത് നമ്മൾ കയറിച്ച എല്ലാം ഒറ്റ സ്ഥലത്ത് തന്നെ പർച്ചേസ് ചെയ്യാനുള്ള ഒരു എളുപ്പം കൊണ്ട്, നമ്മുടെ സൗകര്യം കൊണ്ട്, അതുകൊണ്ടായിരിക്കാം. ഈ കറവക്കാരുടെ സ്ഥാനമൊക്കെ ഇപ്പം ഞാൻ തന്നെ ഒരു കറവക്കാരനെ കണ്ടിട്ട് കുറേ നാളായി. എൻ്റെ വീട്ടിൽ പശു ഉണ്ടായിരുന്നു. എനിക്ക് പശുവിനെ കറക്കറിയില്ല, എനിക്കറിയായിരുന്നു ഒരു കറവക്കാരൻ, പുള്ളിക്കാരൻ തലയൊക്കെട്ടൊക്കെ ആയിട്ട് വരും സൈക്കിൾ. ഈ കറവക്കാരുടെ സ്ഥാനമൊക്കെ എനിക്കൊരു റീചാർജ്, മൊബൈൽ റീചാർജ് ചെയ്യാനൊക്കെ ഏറ്റെടുത്തു സിനിമയിലായപ്പോൾ. അല്ല, ആൾക്കാർ ഇല്ലേ, ഇപ്പോൾ ഒരു സിനിമ റീചാർജ് മൊബൈലുമായിട്ട് ഒരു കട, അങ്ങനെയൊക്കെ ഒരു സംഭവമായി. ചിലപ്പോൾ പലരും കടയിൽ പോണ ഒരു സീക്വൻസ് മിക്കവാറും മൊബൈൽ കടയായിട്ടായിരിക്കും പുതിയ സ്ക്രിപ്റ്റിലൊക്കെ. അതിൻ്റെയൊക്കെ എനിക്കൊന്നേ അന്നത്തെ കാലത്തെ നടന്മാർ അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ. അതുകൊണ്ടൊന്നുമല്ല, അന്നത്തെ സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്കാരുടെ ഇപ്പോൾ തൊഴിലാളി സമരം പണ്ട് നമ്മുടെ എന്താണ് ഐ.വി. സാറിൻ്റെ പടത്തിലൊക്കെ ഡാമോദരൻ സാറിൻ്റെ സ്ക്രിപ്റ്റൊക്കെ അങ്ങനത്തെ ഒരു കാലഘട്ടമൊക്കെ ഇപ്പോൾ ഉണ്ടോയെന്ന്, അത്രയും പ്രബുദ്ധരായ, അത്രയും പൊളിറ്റിക്കൽ ഇപ്പോൾ കോളേജുകളിലൊക്കെ അല്ലെങ്കിൽ രാഷ്ട്രീയം ഉണ്ടോ എന്ന് അല്ല എനിക്കോട് നമ്മുടെ യൂത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഞാനടക്കമുള്ള ആൾക്കാരുടെ ഇടയിൽ ഉണ്ടോയെന്ന് ഒരു വിഭാഗം ഉണ്ടായിരിക്കും. അത്ര ശക്തമായ രാഷ്ട്രീയ നിലപാടൊക്കെ ഉണ്ടോ? അത്ര ശക്തമായ പ്രണയമുണ്ടോ? അല്ല, നമ്മൾ വായിച്ചേക്കുന്ന കേട്ടോ, ഇതൊന്നും എൻ്റെ അനുഭവമല്ലേ ഞാൻ പറയുന്നത്. ഇപ്പം എൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പറയില്ലേ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ പണ്ടൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ചെറുപ്പം, എല്ലാവർക്കും തോന്നുന്നത് ഇല്ലേ. അവരൊക്കെ ഇപ്പോഴത്തെ പണ്ടൊക്കെ എന്തായിരുന്നു, പണ്ട് ഞങ്ങളുടെ അത്രയൊന്നും ഇതില്ല, അങ്ങനെ എല്ലാവരും പറയും. ഇപ്പം നമ്മുടെ മുമ്പുള്ള ആൾക്കാർ നമ്മളെ പറ്റി പറയും, നിങ്ങളൊക്കെ ഞങ്ങളുടെ കാലത്തായിരുന്നു. ഞാൻ പറയും, എനിക്കും തോന്നും ഇപ്പം പണ്ട് ഞങ്ങളൊക്കെ എന്തൊക്കെ കാണിച്ചേ. അത് അവരുടെ രീതിയിൽ വേറെ രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് പറയാൻ പറ്റില്ല പണ്ടത്തെ സ്ക്രിപ്റ്റ്. പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാർ, ഇപ്പം എനിക്ക് തോന്നുന്നു പണ്ടത്തെ ഒരു സിനിമ റീമേക്ക് ചെയ്താൽ ഇപ്പോൾ ഹിറ്റാവുമെന്ന് സംശയമുണ്ട് എനിക്ക്. ആകാൻ ചാൻസ് ഉണ്ടോ ഇല്ലേ? പണ്ടത്തെ ഇപ്പം നാടോടിക്കാരി സിനിമ കാണാൻ ഇഷ്ടമാണ് ഇപ്പോഴും. പക്ഷെ അത് ഇപ്പോൾ അഭിനയിച്ചു കഴിഞ്ഞാൽ അഭിനയിക്കുന്നവരുടെ കുഴപ്പം കൊണ്ടും എല്ലാം കൊണ്ട് മാറില്ല. ഇപ്പോൾ ചെന്നൈ നമ്മൾ അതൊക്കെ ഇല്ലേ, അതൊക്കെ കൊണ്ടായിരിക്കാം. അപ്പം അങ്ങനെയൊന്നും നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല നമുക്ക് സിനിമ. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, നമ്മുടെ തിരിച്ചറിവ് എന്നുള്ള സംഭവം പറഞ്ഞില്ലേ, എഴുതുക അതൊക്കെ എനിക്കൊന്ന് ഭയങ്കര ഈ അഭിനയം പോലെ തന്നെ വേറൊരു തലവലാണ്. നമ്മൾ എഴുതുക എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുന്നത് ഞാൻ സാധനം എഴുതാം എന്നൊക്കെ പറയാൻ പറ്റുക. എൻ്റെ നിലവിൽ ഇപ്പോഴെല്ലാം എന്നെ കൊണ്ട് പറ്റില്ല. അത് സംവിധാനമൊക്കെ ഒരു സിനിമയുടെ 2 ഷോട്ട് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. നല്ലൊരു സിനിമ സംവിധായകൻ്റെ ഒരു ഷൂട്ടിങ് കാണുമ്പോൾ പിന്നെ അത് നമുക്ക് പറയാൻ പറ്റും, അത് ചെയ്യാം നമുക്ക്. പക്ഷെ അതിൻ്റെ ക്വാളിറ്റി എത്രയാണല്ലോ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പം ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് എങ്ങനെ വരുമെന്ന് എനിക്കിപ്പോൾ തന്നെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അല്ലാതെ ഒരു നല്ല സിനിമ ആയിരിക്കില്ല ഒരിക്കലും ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പം ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല സ്ക്രിപ്റ്റും ആയിരിക്കില്ല ഞാൻ എഴുതി കഴിഞ്ഞാൽ. എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും കേട്ടോ. ചിലപ്പോൾ എനിക്ക് ചില കാര്യങ്ങളൊക്കെ എനിക്ക് ചിലപ്പോൾ ഒരു ഗ്രൂപ്പിൽ ചർച്ചയ്ക്ക് എന്നെ വിളിക്കാൻ പറ്റും, എനിക്ക് ചർച്ച ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് എഴുതാൻ പറ്റില്ല. അത് ഞാൻ എൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, തമാശയ്ക്ക് വേണ്ടി ചെയ്തൊരു ഒരു ബ്രോഷർ ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പോൾ പേരെന്താന്ന് ചോദിച്ചു. പറഞ്ഞു സുധി കോപ്പൻ. അന്ന് കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ സുധി കോപ്പൻ എന്ന് പറഞ്ഞു. എൻ്റെ ശരിക്കും പറഞ്ഞാൽ പിന്നെ കോപ്പ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കോപ്പ വീട്ടുവരാന്നൊക്കെ പറയും. ശരിക്കും കോപ്പ തന്നെ കൊച്ചി പള്ളുരുത്തി, KOP കൊച്ചിയിൽ പള്ളുരുത്തി. അതാണ് വെറുതെ ജസ്റ്റ് വിട്ടാണത്. പിന്നെ പെർമനൻ്റ് ആയിപ്പോൾ മമ്മൂട്ടി എന്നുള്ള പേര് അല്ലേ. അത് മമ്മൂട്ടി എന്നുള്ള പേര് ഇപ്പോൾ ആർക്കും നല്ല നമ്മൾ മമ്മൂക്കാനാണ് പറഞ്ഞത്. ശരിക്കും മമ്മൂട്ടി എന്ന് കൂട്ടി അവൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഭയങ്കരമാണ്. പേരെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ തിരിച്ചറിവ്. കടമ്പ
നിങ്ങളെ ഒറ്റ ഫോണിൽ അറിയാൻ പറ്റും ആരാ എന്താണെന്ന് പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല. ആപ്പില്ലേ ആ പേരെപ്പോഴും എൻ്റെ അറിവിൽ പേരെപ്പോഴും തിരിച്ചറിയാനുള്ള ഒരു സംഭവം തന്നെ. കൂട്ടായ്മ ഉണ്ടെങ്കിലും പരാജയപ്പെട്ട സിനിമയുണ്ട്. അടിസ്ഥാനപരമായിട്ട് ഒരു കഥ, സ്ക്രിപ്റ്റ്, തിരക്കഥയുടെ മുകളിൽ നിന്ന് സംവിധാനം ചെയ്യുന്നു. നല്ല തിരക്കഥേറ്റാ എന്നൊക്കെയാണ് ഒരു എല്ലാ സിനിമയും നന്നാകാൻ വേണ്ടി ചെയ്യും. ആരും സിനിമ എല്ലാ പടവും ചെയ്യുമ്പോഴും എല്ലാവരും ആ പടം നന്നാവുന്ന. പിന്നെ ചില നല്ല സിനിമകൾ നല്ല തിയേറ്റർ കിട്ടാത്തത് കൊണ്ടും ചില സിനിമയ്ക്കും പറയാം സമയം എന്ന് പറയില്ലേ, നമ്മളെല്ലാത്തിനും ചില ഭാഗ്യം എന്ന് നമ്മളൊരു വാക്ക് പറയില്ലേ. നമ്മൾ ഇത്രയും നാൾ അധ്വാനിച്ചിട്ട് കുറേ നാൾ അധ്വാനിച്ച് നമ്മൾ പേഴ്സണലി എൻ്റെ ഒരു അധ്വാനം ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പക്ഷെ എനിക്ക് എൻ്റെ ഒരു അധ്വാനത്തെക്കുറിച്ച് ഞാൻ അധ്വാനിച്ച് വന്നിട്ട് എനിക്കൊരു അവസരം കിട്ടുമ്പോൾ അവൻ ഭയങ്കര ഭാഗ്യം ഉണ്ടാകും കേട്ടോ. സിനിമ വന്നപ്പോൾ തന്നെ നല്ല ക്യാരക്ടർ കിട്ടി. അപ്പോൾ അതാ പറഞ്ഞത്, എൻ്റെ അതിൽ ഭാഗ്യം എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് അതിനെ മാറ്റിക്കളയും ഈ അധ്വാനത്തെ മൊത്തം അല്ലേ. ഭാഗ്യം ഉണ്ടാകും വന്നപ്പോൾ നല്ലൊരു സാധനം കിട്ടി. കാരണം നമ്മൾ ഇത്രയും വർഷം ഇതിൻ്റെ പുറകെ നടക്കുന്ന, അല്ലെങ്കിൽ രാത്രി ചിലപ്പോൾ ഒരു 2 വർഷം കൊണ്ടുവന്നവന് കിട്ടും, ചിലപ്പോൾ 5 വർഷം കൊണ്ടായിരിക്കും. ഈ 2 വർഷം കൊണ്ടുവന്നവൻ ചിലപ്പോൾ 5 വർഷത്തേക്കാൾ കൂടുതൽ അധ്വാനിച്ചുകൊണ്ട് ഈ വർഷം. അത് നമ്മൾ മനസ്സിലാക്കാതെ അവനെ പെട്ടെന്ന് ചാൻസ് കിട്ടി സിനിമയിൽ. പിന്നെ ചില ആൾക്കാരുണ്ട് യാദൃച്ഛയോടെ സിനിമയിൽ വന്നിട്ട് വരുന്നവർ, പിന്നെ അതിനകത്ത് അവർക്കൊരു അധ്വാനം ഉണ്ട്. അതിനകത്ത് നമ്മളറിയില്ല. അവരവിടെ നിന്ന് അധ്വാനിച്ചിട്ട് ചിലപ്പോൾ ഈ ഇത്രയും കഷ്ടപ്പെടുന്നതിനൊക്കെ കൂടുതൽ കയറിപ്പോവും. എല്ലായിടത്തും അധ്വാനമുണ്ട്. അങ്ങനെ ഈ അധ്വാനിക്കുന്ന കുറേ പേര് ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞൊരു സുപ്രഭാതം ശരി നമുക്കൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാം, അങ്ങനെയല്ല. അത് യാദൃച്ഛികമായിട്ട് നമ്മുടെ ഓരോ ലെവലിലുള്ള ആൾക്കാർ വന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന സംഭവം. അതിനകത്ത് കുറച്ച് പേര് ഓട്ടോമാറ്റിക്കായിട്ട് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും പല കാര്യത്തിലാട്ടാ. അപ്പോൾ എല്ലാവരും ഭയങ്കര ബുദ്ധിജീവികളായി കഴിഞ്ഞാൽ ഇരിക്കില്ല. അപ്പം സുഹൃത്തുക്കളെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സൗന്ദര്യം കൊണ്ടൊന്നും അല്ല നടക്കുന്നത് അല്ലേ. നമ്മൾ സൗന്ദര്യം കൊണ്ടോ വേറെ ഒന്നുമില്ല, അതിന് പ്രായം കൊണ്ടൊന്നുമില്ല. ചിലപ്പോൾ 40-50 വയസ്സുള്ളവർ ചിലപ്പോൾ നമുക്ക് നല്ല സുഹൃത്തുക്കളായിരിക്കും. നമ്മളൊരു ചേരലുണ്ട് ചില ആൾക്കാരോട്ട് സിങ്കാകുക. അങ്ങനെ സിനിമയിലും സംഭവിക്കുന്നത്. അത് നമുക്ക് ഞാൻ ചെയ്യുന്ന പടങ്ങളിൽ നമുക്ക് ചെയ്യുമ്പോൾ അറിയാം ആ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഒരു സിനിമ കരിക്കുമ്പള്ളം ഹിറ്റ് സക്സസ് ആയാലെന്ന് വെച്ചോ, എനിക്ക് തങ്കായി ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടറാണ്. അത് ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഇഷ്ടമാണ് ആ ക്യാരക്ടർ. ഞാൻ പറഞ്ഞില്ലേ പിടിയിലെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യം പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ സിനിമ കൂടെ നന്നായാലേ അത് കൂടുതൽ എത്തുള്ളൂ. അത് വേറൊരു സത്യം. നായകനായിട്ട് വരിക എന്ന് പറഞ്ഞാൽ എന്നെ നായകനായിട്ട് വിളിച്ചിട്ടില്ല ആരും. പിന്നെ അതിനേക്കാൾ എനിക്ക് എൻ്റെ രൂപം അനുസരിച്ച് ഉള്ള സെൻട്രൽ ക്യാരക്ടറാണ് എനിക്ക് ചെയ്യാം, മനസ്സിലായോ. അല്ലാതെ ഞാൻ ആവശ്യമില്ലാതെ ഹീറോ ആകുക എന്നുള്ളത് എനിക്ക് അങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്ക് താല്പര്യവും ഇല്ല. നായകൻ ഇഷ്ടംപോലെ നായകന്മാരില്ലേ, ഇഷ്ടംപോലെ നായകന്മാരുണ്ട്. പിന്നെ അവർ നായകനാകാൻ വേണ്ടി തന്നെ അവർക്കുണ്ട് എല്ലാ കഴിവുള്ള ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് സപ്പോർട്ടിങ് റോൾ ചെയ്യണം. ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇഷ്ടപ്പെടുന്ന കുറേ നടന്മാരുണ്ട് മലയാളത്തിൽ. ഈ പറഞ്ഞിട്ട് നെടുമുടി വേണു, സിദ്ദിഖ്, പണ്ടത്തെ ഉണ്ണി ശങ്കരാടി, അങ്ങനെ അവരെയൊക്കെ പടങ്ങൾ വേറെ ഒന്നും മറ്റുള്ളവരെ ഇഷ്ടമെന്നല്ല പറഞ്ഞത്. ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ എൻ്റെ ഒരു ബോഡി ലാംഗ്വേജിനും ഒക്കെ പറ്റിയ ക്യാരക്ടറാണെങ്കിൽ എനിക്കത് ചെയ്യുന്നത് ഒരു സീനാണെങ്കിലും നന്നായിട്ട് ചെയ്യണമെന്ന് എൻ്റെ ഇഷ്ടം. അത് തന്നെയല്ല നായകനാകാൻ ഇഷ്ടംപോലെ ആൾക്കാരുള്ളതുകൊണ്ട് അവരായിക്കോട്ടെ. സിനിമയിൽ നായകൻ തന്നെ വേണമെന്നില്ല. എല്ലാവരും നായകന്മാരെ മാത്രമല്ല ഇഷ്ടപ്പെടുന്നത്, നായകൻ്റെ അനിയന്മാരെയും കൂട്ടുകാരെയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ.